ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഇന്ന് നമുക്ക് ഭാഗവത കഥ വിവരണം 5-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭാഗവതം രചിക്കുവാൻ വ്യാസ മഹാമുനിക്ക് തോന്നുവാനുള്ള കാരണം, അതിനുള്ള സന്ദർഭം എന്തായിരുന്നു എന്നുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ശ്രീ വ്യാസ ഭഗവാനും നാരദ മഹർഷിയും തമ്മിലുള്ള ഒരു സന്ദർശനമായിരുന്നു അവസാനം പറഞ്ഞു നിർത്തിയത്. അപ്പോൾ വേദങ്ങളെ 4ആയി വേർതിരിച്ച് തൻ്റെ 4 ശിഷ്യന്മാർക്ക് വേദവ്യാസ ഭഗവാൻ പകുത്തു കൊടുത്തു. അതിനുശേഷം വേദങ്ങളെ കുറച്ചുകൂടി ലളിതമാക്കി അതിലെ തത്വങ്ങൾ, അതിലെ കാര്യങ്ങൾ, സനാതനമായിട്ടുള്ള ധർമ്മങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ, വേദങ്ങളെ കുറച്ചുകൂടി മനസ്സിലാകുന്ന വിധത്തിൽ വേദാംഗങ്ങൾ, ആരണ്യകങ്ങൾ, ശാസ്ത്രങ്ങൾ എല്ലാം അദ്ദേഹം രചിച്ചു. സനാതനമായ പരബ്രഹ്മം എന്താണെന്ന് അറിയുവാൻ ബ്രഹ്മസൂത്രങ്ങൾ രചിച്ചു. അനേകം പുരാണങ്ങൾ എഴുതി. ഇതെല്ലാം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പിന്നെയും വേദങ്ങൾ ശൂദ്രവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെ മറ്റ് താഴ്ന്ന വിഭാഗങ്ങളിലുള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ സാരാംശം ഉൾക്കൊള്ളുവാൻ കഴിയില്ലല്ലോ എന്ന ഒരു ചിന്തയോടുകൂടി വേദങ്ങളെ വളരെ ലളിതമായി, അതിലെ തത്വങ്ങൾ വളരെ ലളിതമായ രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് മഹാഭാരതം എന്ന ഇതിഹാസത്തിലൂടെ. അങ്ങനെ ആ ഇതിഹാസവും രചിച്ചതിന് ശേഷവും ഒരു ആത്മസംതൃപ്തി, ആത്മാവിൻ്റെ ഒരു നിറവ് അദ്ദേഹത്തിന് സംഭവിക്കാതിരുന്നപ്പോൾ ആ ഒരു വൈഷമ്യത്തിൽ ഇങ്ങനെ തൻ്റെ ഗംഗാതീരത്തുള്ള ആശ്രമത്തിൽ അദ്ദേഹം ഇരിക്കുന്ന അവസരത്തിലാണ് നാരദ മഹർഷി, ദേവർഷിയായ നാരദർ കടന്നു വരുന്നത്. സർവ്വലോകങ്ങളിലും വായു എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നതുപോലെ എവിടെയും എപ്പോഴും പ്രവേശിച്ച് ചെല്ലുന്ന ആളാണ്. ഏത് മനുഷ്യന്റെ ബോധത്തിലും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ആ സർവ്വവ്യാപിയായ നാരദ മഹർഷി വേദവ്യാസ മഹർഷിയുടെ ഉള്ളിലെ വിചാരവും തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ എന്ന വണ്ണം ആശ്രമം സന്ദർശിക്കുന്നതാണ് ഇന്നത്തെ ഭാഗത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വ്യാസഭഗവാൻ ശ്രീ ഭാഗവതം ചമയ്ക്കുവാനുണ്ടായ അവസരം. അപ്പോൾ വളരെ വളരെ ബഹുമാനത്തോടുകൂടി വ്യാസഭഗവാൻ എഴുന്നേറ്റ് നാരദ മഹർഷിയെ സൽക്കരിച്ചു, വേണ്ട വിധത്തിൽ പൂജിച്ച് ഉപവിഷ്ടനാക്കി. അങ്ങനെ സൽക്കരിച്ചതിന് ശേഷം വ്യാസനോട് നാരദ മഹർഷി വളരെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ചോദിക്കുന്നു, ഭാഗ്യവാനായ വ്യാസമഹർഷേ, അങ്ങയുടെ ശരീരത്തിനും മനസ്സിനും സുഖം തന്നെയല്ലേ? അല്ലേ, നമുക്ക് ശരീരത്തിന് അസ്വസ്ഥതയുണ്ടാകാം, അപ്പോൾ മനസ്സിന് സുഖമുണ്ടാകാം. ശരീരത്തിന് സുഖമുണ്ടാകുമ്പോൾ മനസ്സ് അസ്വസ്ഥപ്പെടാം. അങ്ങനെ ശരീരവും മനസ്സും 2 തരത്തിൽ ദുഃഖിക്കപ്പെടാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അങ്ങയുടെ മനസ്സിനും ശരീരത്തിനും സുഖം തന്നെയല്ലേ? മനുഷ്യൻ അറിയേണ്ടതെല്ലാം അങ്ങ് നല്ലതുപോലെ അറിഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ അവൻ്റെ പുരുഷായുസ് കൊണ്ട് എന്താണോ അറിയേണ്ടത് അതെല്ലാം അങ്ങ് നന്നായി അറിഞ്ഞിരിക്കുന്നു. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളെ പ്രതിപാദിക്കുന്ന അത്ഭുത ഇതിഹാസമായ മഹാഭാരതം അങ്ങ് നിർമ്മിച്ചുവല്ലോ. വേദത്തിൻ്റെ പരമ താല്പര്യമായ ആ സനാതന ബ്രഹ്മത്തെ തിരിച്ചറിയുവാൻ അങ്ങ് ബ്രഹ്മസൂത്രങ്ങൾ രചിച്ചുവല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും അങ്ങക്ക് എന്തോ ഒരു പോരായ്മ ഉള്ളതുപോലെ തോന്നുന്നുവല്ലോ. അങ്ങയുടെ മുഖം വേണ്ടത്ര പ്രസന്നമാകുന്നില്ലല്ലോ. എന്താണ് അങ്ങയുടെ ദുഃഖകാര്യം? എന്നോട് പറയൂ എന്ന് നാരദ മഹർഷി വേദവ്യാസ മഹർഷിയോട് പറയുകയാണ്. അപ്പോൾ വ്യാസഭഗവാൻ അതിന് മറുപടി പറഞ്ഞു, അങ്ങ് പറഞ്ഞ എല്ലാ യോഗ്യതകളും എനിക്കുണ്ട്, എങ്കിലും എൻ്റെ മനസ്സിനൊരു സംതൃപ്തി തോന്നുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് എനിക്കൊട്ട് തിരിച്ചറിയുന്നുമില്ല. എല്ലാ കഴിവുകളുമുള്ള അപാരജ്ഞാനിയായ അങ്ങ് തന്നെ എനിക്കത് പറഞ്ഞു തരണം. പരമപുരുഷനായ ഭഗവാൻ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുകയല്ലേ.
അതേസമയമോ ഭഗവാൻ നിസ്സംഗനായി ഇരിക്കുകയും ചെയ്യുന്നു. ഈശ്വര ഉപാസനയുടെ ആ പ്രഭാവം കൊണ്ട് അങ്ങക്ക് ഇതെല്ലാം നന്നായി അറിയാവുന്നതാണ്. പ്രപഞ്ചത്തിൽ വായു ശരീരത്തിന് അകത്തും പുറത്തും സഞ്ചരിക്കുന്നത് പോലെ ബ്രഹ്മാണ്ഡത്തിന്റെ അകത്തും പുറത്തും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ അങ്ങ്? സൂര്യൻ ഇരുട്ടിനെ അകറ്റി വെളിച്ചം തരുന്നത് പോലെ ആ അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് അങ്ങ് എല്ലാവരെയും രക്ഷിക്കുന്നവനാണ്. നാരദ മഹർഷി ഏതൊരാളുടെ സമീപത്തെത്തി അവർക്ക് ജ്ഞാനം ഉപദേശിക്കുന്നു, അവരുടെ ഉള്ളിലുള്ള ആ അജ്ഞാനമാകുന്ന ആ അവിദ്യയാകുന്ന അന്ധകാരം മാറി ശുദ്ധ വെളിച്ചം, സൂര്യോദയം, ജ്ഞാനത്തിന്റെ സൂര്യോദയം ഉദിക്കും അവിടെ. അത്രയ്ക്കും ഈശ്വര സാന്നിധ്യം ഉള്ള, ഈശ്വര സാന്നിധ്യം അറിഞ്ഞ, ഭഗവാനെ തിരിച്ചറിഞ്ഞ ആളാണ് നമ്മുടെ നാരദ മഹർഷി. നാരദ മഹർഷിയും ഭഗവാന്റെ അംശാവതാരമാണെന്ന് മുൻപുള്ള ഭാഗത്ത് പറഞ്ഞിരുന്നു. ധർമാചരണം കൊണ്ട് വേദത്തിലും യാഗം കൊണ്ട് പരബ്രഹ്മത്തിലും നിഷ്ഠയോടുകൂടിയ എൻ്റെ ന്യൂനത എന്താണെന്ന് ഇനി അങ്ങ് തന്നെ വേണം പറഞ്ഞു തരാൻ. കാരണം അങ്ങ് ഈ പ്രപഞ്ചത്തിനകത്തും പുറത്തും എല്ലാം സഞ്ചരിക്കുന്ന ആളാണ്. അങ്ങക്കറിയാത്തതായി ഒന്നുമില്ല. ഞാനാകട്ടെ ധർമാചരണം കൊണ്ട് വേദത്തിലും യാഗം കൊണ്ട് പരബ്രഹ്മത്തിലും നിഷ്ഠയോടുകൂടിയ ആളാണ്. എന്നിട്ടും എനിക്ക് എന്തൊക്കെയോ ന്യൂനത ബാക്കിയുണ്ട്. അതെന്താണെന്ന് അവിടുന്ന് പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. അപ്പോൾ നാരദ മഹർഷി പറയുകയാണ്, അല്ലയോ ഭഗവാനെ വ്യാസ, ഭഗവാന്റെ നിർമ്മലമായ കീർത്തിയെ അങ്ങ് പൂർണ്ണമായി വർണ്ണിച്ചിട്ടില്ല. ഭഗവാന്റെ നിർമ്മലമായിട്ടുള്ള കീർത്തിയെ, ആ പരിശുദ്ധമായ കീർത്തിയെ അങ്ങ് പൂർണ്ണമായി വർണ്ണിച്ചിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കുകയുള്ളൂ. ആ ഭഗവാന്റെ നിർമ്മലമായ കീർത്തി ആര് പ്രചരിപ്പിക്കുന്നോ അവരുടെ ഉള്ളിൽ ഭഗവാൻ നിറയും, സംതൃപ്തി നുരഞ്ഞു പൊന്തും. അതുകൊണ്ടാണ് ഭഗവൽ പ്രീതിക്കുതകാത്ത ജ്ഞാനമെല്ലാം അപൂർണം തന്നെയാണ് എന്ന് പറയുന്നത്. ഭഗവൽ പ്രീതിക്ക്, ഭഗവാന്റെ സന്തോഷത്തിന് ഉതകാത്ത ഏത് ജ്ഞാനം നമ്മൾ സമ്പാദിച്ചാലും നാം എല്ലാം അപൂർണരായിരിക്കും, അസന്തുഷ്ടരായിരിക്കും, അജ്ഞാനത്തിൽ തന്നെ നിറഞ്ഞിരിക്കും. നമ്മുടെ ഒരു പുരുഷായുസ് കൊണ്ട് നാം ധാരാളം ജ്ഞാനം നേടിയാലും ഭഗവാന്റെ സംതൃപ്തിക്കനുസരിച്ചുള്ള, സന്തോഷത്തിനനുസരിച്ചുള്ള ജ്ഞാനമല്ല എങ്കിൽ, അതായത് ഭഗവാനെ അറിയാനുള്ള ജ്ഞാനമല്ല എങ്കിൽ ആ ജ്ഞാനം കൊണ്ട് നമ്മുടെ ജീവിതത്തിന് യാതൊരു ഗുണവും ലഭിക്കില്ല എന്നാണ് നാരദ മഹർഷി ഇവിടെ അഭിപ്രായപ്പെടുന്നത്. മഹാഭാരതത്തിൽ അങ്ങ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആര്? വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അതിൽ ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അത്രത്തോളം പ്രാധാന്യം ഭഗവാൻ വാസുദേവന്റെ മഹിമകൾക്ക് കൊടുത്തിട്ടില്ല. സകല ഗുണങ്ങളും തികഞ്ഞ കവിതയാണ് മഹാഭാരതമെങ്കിലും ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന ഭഗവാന്റെ കീർത്തിയെ വർണ്ണിക്കാത്തതാണെങ്കിൽ അതിനെ സജ്ജനങ്ങൾ സ്വീകരിക്കില്ല. മാനസ സരസിലെ നിർമ്മല ജലത്തിൽ നീന്തി കളിക്കുന്ന അരയന്നങ്ങൾ കാക്കകൾ കുളിക്കുന്ന പൊട്ടക്കുഴിയിൽ കുളിക്കുവാൻ ആഗ്രഹിക്കാറില്ലല്ലോ. നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, മാനസ സരസിലെ ആ നിർമ്മലമായ ജലത്തിൽ നീന്തി കളിക്കുന്ന അരയന്നങ്ങൾ കാക്കകൾ കുളിക്കുന്ന പൊട്ടക്കുഴിയിൽ കുളിക്കുവാൻ ആഗ്രഹിക്കാറില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കാത്ത കവിത കാക്കകളെ പോലെ മലിന പദാർത്ഥത്തിൽ രമിക്കുന്ന വിഷയികൾക്കുള്ളതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ നാരദ മഹർഷി വേദവ്യാസ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. അതായത് ഭഗവാന്റെ കഥകൾ വർണ്ണിക്കാതെ, ആ ഭഗവാന്റെ നിർമ്മലമായിട്ടുള്ള ലീലകൾ വർണ്ണിക്കാത്ത ഏത് കൃതി ആയിക്കോട്ടെ അത് ഒരു കാക്കകൾ കുളിക്കുന്ന പൊട്ടക്കുഴിയിലെ ജലം പോലെ തോന്നൂ. നമ്മുടെ ആത്മാവിലിരിക്കുന്ന ആ നിർമ്മലമായ ഭക്തി വർദ്ധിക്കണമെങ്കിൽ അരയന്നങ്ങൾ നീരാടുന്ന മാനസ സരസ് തന്നെ ആണ് പ്രധാനം. അപ്പോൾ ആ മാനസ സരസ് പോലെയുള്ള ഭഗവാന്റെ കഥകൾ കേൾക്കുവാൻ, ഭഗവാന്റെ ലീലകൾ അറിയുവാൻ ഓരോ ആത്മാവും കൊതിക്കും. അവർ കാക്കകൾ കുളിക്കുന്ന പൊട്ടക്കുഴിയിലെ വെള്ളത്തിലേക്കല്ല പോകുന്നത്. അപ്പോൾ മഹാഭാരതം പാണ്ഡവ കൗരവരെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും ഒക്കെ എഴുതിയെങ്കിലും ഭഗവാന് മാത്രമായിട്ട്
ഭഗവാന്റെ ലീലകൾ മാത്രമായിട്ട് അങ്ങ് എഴുതിയിട്ടില്ലല്ലോ. ആ സന്തോഷത്തിൽ ഭഗവാന്റെ ലീലകൾ കേട്ട് ഭഗവാന്റെ ജനനം മുതൽ സ്വധാമത്തിലേക്ക് ഭഗവാൻ തിരികെ എത്തുന്ന വരെയുള്ള ആ ലീലകളെക്കുറിച്ച് അങ്ങ് എഴുതിയാൽ മാത്രമല്ലേ അത് ജനങ്ങളിൽ എത്തുകയും ജനങ്ങളത് ഒരു അമൃതം പോലെ പാനം ചെയ്ത് ഭഗവാനിൽ രമിക്കുകയും ചെയ്യുകയുള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് ഭാഗവതത്തിന് മഹാഭാരതത്തിനേക്കാളും മറ്റെല്ലാ പുരാണങ്ങളെക്കാളിലും വേദത്തെക്കാളിലും എന്തിനു പറയുന്നു ശ്രീമദ് ഭഗവത്ഗീതയെക്കാളും ഒക്കെ ജനപ്രിയം നേടാൻ കഴിഞ്ഞതും എല്ലാവരിലേക്കും ഭക്തിയുടെ ഒരു മഹാ അനുഭൂതി സൃഷ്ടിക്കുവാൻ കഴിഞ്ഞതും. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉദ്യമത്തിന് തന്നെ ഞാൻ ശ്രമിക്കാൻ കാരണം തന്നെയും. ഞാൻ രാധാ സഹസ്രനാമ സ്തോത്രം പറഞ്ഞു തന്നതിന് ശേഷം അനേകം പേർ അതിനുശേഷം അടുത്ത ഒരു പദ്ധതി പോലെ ഭാഗവതം ആദ്യം മുതൽ അർത്ഥസഹിതം പറഞ്ഞു തരൂ എന്ന് അന്ന് ധാരാളം പേര് കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ അത് ഭാഗവതം പഠിപ്പിക്കുന്ന ധാരാളം ഗുരുക്കന്മാർ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഭാഗവതം പഠിപ്പിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ അർത്ഥം പറഞ്ഞ് അത് ഒരുപാട് കാലങ്ങൾ പിടിക്കും. ഒത്തിരി എത്രയോ ബൃഹത്താണ് ഭാഗവതം. ഓരോ ഭാഗത്തും നമ്മൾ ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളെ ഓരോ ദിവസവും തീരുകയുള്ളൂ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ നല്ലത് നമ്മൾ ഭാഗവതം വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ എല്ലാ വിവരങ്ങളും എല്ലാ വരികളുടെ അർത്ഥസഹിതം നമുക്കത് മനസ്സിലാക്കുകയും മനസ്സിലാക്കുന്നത് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുകയും ഉൾക്കൊള്ളുന്നത് തന്നെ നമ്മുടെ ചിന്തകളിൽ ഇരിക്കുകയോ ബോധത്തിലുണ്ടാവുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അത് വിശദമായി കഥാരൂപത്തിൽ പറഞ്ഞു തന്നാൽ എല്ലാവർക്കും അതിൻ്റെ അന്തസത്ത മനസ്സിലാകുമല്ലോ. അത് വളരെ വേഗം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയുമാണല്ലോ എന്ന് കരുതിയാണ് ഭാഗവതം ഈ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കാമെന്ന് കരുതിയത്. ഇത് ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള ഒരു ഏറ്റവും ഇനിയും വേറെ വല്ല രസവും ഉണ്ടോ ഭഗവത് രസം ഭാഗവതമല്ലാതെ? എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു തവണയൊന്നും മുഴുവനൊന്ന് വായിച്ച് നോക്കൂ. അതിൻ്റെ അർത്ഥമറിഞ്ഞ് ഭാഗവതം ഒരാവർത്തിയെങ്കിലും ഒന്ന് വായിച്ച് തീർക്കുന്ന വ്യക്തിക്ക് ഭഗവാനിലേക്കുള്ള ആ ഒരു വഴി ഇങ്ങനെ വെട്ടി തുറക്കുകയായിരിക്കും ചെയ്യുന്നത്. ആ വഴിയിൽ പിന്നെ യാതൊരു തടസ്സങ്ങളും ഇല്ല. ഭാഗവതം ശ്രവിക്കുന്ന അത് പാരായണം ചെയ്യുന്ന എല്ലാവരിലും ഭഗവാൻ ഇങ്ങനെ വിളയാടും. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ നാമങ്ങളും ലീലകളും വർണ്ണിക്കുന്ന കവിത സജ്ജനങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുന്നു, കീർത്തിക്കുന്നു, പാടുന്നു. അല്ലേ? അതല്ലയോ ഭാഗവതത്തിന്റെ ഗുണം. സർവകർമ്മ പരിത്യാഗം കൊണ്ടുണ്ടാകാവുന്ന ജ്ഞാനം പോലും ഭക്തിയോട് കൂടി ചേർന്നില്ലെങ്കിൽ വേണ്ടത്ര അനുഭവ സ്വരൂപമായി തീരില്ല. നാരദ മഹർഷി വീണ്ടും വ്യാസഭഗവാനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സർവകർമ്മ പരിത്യാഗങ്ങളും ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ഇത് ഭഗവാനാണ് ചെയ്യുന്നത്, ഞാനിതിൽ ഒരു ഉപകരണം മാത്രമെന്ന സർവകർമ്മ പരിത്യാഗങ്ങളും കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം പോലും അത് ഭക്തിയോട് കൂടിച്ചേരുന്നില്ലെങ്കിൽ അത് വേണ്ടത്ര അനുഭവ സ്വരൂപമായി നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാക്കുകയില്ല. ആ സ്ഥിതിക്ക് ഈശ്വരാർപ്പണ ബുദ്ധിയോടെ അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെ മനഃശുദ്ധിയെ ഉണ്ടാക്കി തരും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഈശ്വരാർപ്പണം അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം ഈശ്വരനെ അർപ്പിച്ച് ഇത് ഭഗവാന് വേണ്ടി ഞാൻ ഭഗവാന്റെ കഥകൾ എഴുതുന്നു, ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഞാനിത് ചെയ്യുന്നു എന്ന ഈശ്വരാർപ്പണത്തോടുകൂടി ചെയ്യാത്ത ഏത് കർമ്മങ്ങൾ, ഭഗവാന്റെ കർമ്മങ്ങളായിക്കോട്ടെ, ഭഗവാനെക്കുറിച്ച് എഴുതിയതായിക്കോട്ടെ, അതിനും മനസ്സിന് തൃപ്തി തരില്ല എന്നാണ് നമ്മുടെ ദേവർഷിയായ നാരദ മഹർഷി പറയുന്നത്. വേദത്തിൽ കർമ്മത്തെയും ജ്ഞാനത്തെയുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. വേദത്തിൽ കർമ്മത്തെയും ജ്ഞാനത്തെയും പ്രതിപാദിച്ചിരിക്കുന്നു. ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന കർമ്മങ്ങളെ കർമ്മയോഗമായി തീർക്കുന്ന മനഃശുദ്ധിക്ക് കാരണമായി ഭവിക്കുന്നതേ ഉള്ളൂ. ഈശ്വര ശരണാഗതിയോടുകൂടി ജ്ഞാനമേ അനുഭവ സ്വരൂപമായി തീർന്ന് ആ അജ്ഞാനത്തെ നശിപ്പിക്കുവാൻ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ജ്ഞാനത്തിനെ കഴിയുകയുള്ളൂ എന്ന്
വേദവ്യാസ മഹർഷിയോട് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനമില്ലാത്തതും സർവവ്യാപിയും നിർഗുണ സ്വരൂപനുമായ പരമാത്മാവിൽ മനസ്സടങ്ങിയാനുള്ള സുഖം അതിസമർത്ഥമായ സാധകർക്കു മാത്രമേ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഭൂരിപക്ഷം ജനങ്ങളും ശരീരത്തെ സുഖിപ്പിക്കുന്ന വിഷയങ്ങളെ സമ്പാദിക്കുന്ന കർമ്മങ്ങളിൽ വ്യാപൃതരാണ്. ഭക്തി കൊണ്ട് അവരുടെ മനസ്സ് വിഷയങ്ങളെ വിട്ട് ഈശ്വര അഭിമുഖമായി തീരുകയുള്ളൂ. അതിനാൽ നിഷ്കളങ്ക ഭക്തി ഉണ്ടാവാനായി അങ്ങ് ഭഗവാന്റെ മഹിമകളെയും ലീലകളെയും സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന വിധത്തിൽ വർണ്ണിക്കണം. സ്വധർമ്മത്തെ ഉപേക്ഷിച്ച് നിഷ്കളങ്ക ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് ഈ ജന്മത്തിൽ മുക്തനായി തീരാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരിക്കലും ഏത് ജന്മത്തിലും അധപ്പതനമുണ്ടാവുകയില്ല. അടുത്ത ജന്മത്തിൽ ഈ ജന്മത്തിലെ ഭക്തിവാസന വികസിച്ച് കൂടുതൽ ദൃഢതയോടെ ഭഗവാനെ ഭജിച്ച് ജന്മസാഫല്യമാകുന്ന മോക്ഷം തന്നെ സാധിക്കും. എന്നാൽ ജീവിതകാലം മുഴുവൻ ധർമ്മം ആചരിച്ച് ജീവിച്ചിട്ടും ഭക്തി ഉണ്ടായില്ലെങ്കിൽ ആ ധർമാചരണം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? പുണ്യം കൊണ്ട് സ്വർഗവും പാപകർമ്മഫലമായി നരകവും അനുഭവിക്കുവാനായി ജനിച്ചും മരിച്ചും കഴിയുന്ന ജീവന് എങ്ങനെയാണ് ശാശ്വതമായ സുഖമുണ്ടാവുക? പൂർവജന്മ കർമ്മഫലമായ ദുഃഖം പ്രയത്നം കൂടാതെ വന്നു ചേരുന്നത് പോലെ സുഖവും പ്രയത്നിച്ചില്ലെങ്കിലും വന്നു ചേരും. സുഖവും പൂർവകർമ്മഫലമാണ്. അതിനാൽ സുഖത്തിനു വേണ്ടി കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. കർമ്മവാസനകളെ നശിപ്പിക്കുവാനുള്ള അനുഷ്ഠാനമാണ് മനുഷ്യജന്മം. ആ മനുഷ്യജന്മം നാം കർമ്മവാസനകളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ഭക്തി കൊണ്ട് അതിവേഗത്തിൽ കർമ്മവാസനകൾ നശിക്കും. ഭഗവാനെ സദാ ഭജിച്ചുകൊണ്ട് കഴിയുന്ന ഭക്തന്മാർ ഭക്തിയില്ലാത്ത കർമ്മികളെ പോലെ ജനന മരണ സ്വരൂപമായ സംസാരത്തിൽ ചുറ്റിത്തിരിയില്ല. ഭക്തിയുടെ സ്വാദറിഞ്ഞാൽ പിന്നെ ഈശ്വര ഭജനത്തെ ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. ഭക്തി വളരുംതോറും കർമ്മവാസനകൾ കുറഞ്ഞു വരും. കർമ്മവാസനകളാണല്ലോ പുനർജന്മത്തിന് കാരണം. അപ്പോൾ ഭക്തിയിലേക്ക് ഏതൊരു വ്യക്തി കടന്നു വരുന്നോ ആ കടന്നു വരുന്ന വ്യക്തിയുടെ കർമ്മവാസനകൾ നിരന്തരം ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്ന കർമ്മവാസനകൾക്ക് ഒരു പരിധി വരും. ഭക്തി കൂടുന്നതനുസരിച്ച് ഈ കർമ്മവാസനകളുടെ പരിധി കുറഞ്ഞ് ആ കർമ്മവാസനകൾ പൂർണ്ണമായി ഭക്തിയിലൂടെ കരിച്ചു കളയുവാൻ കഴിയും. അങ്ങനെ ജനിമൃതി ചക്രങ്ങളിൽ നിന്ന് പുറത്തു കടക്കുവാൻ ഓരോ മനുഷ്യനും സാധിക്കും. അതാണ് നാരദ മഹർഷി വ്യാസഭഗവാന് പറഞ്ഞു കൊടുക്കുന്നത്. സമുദ്രം തിരമാലകളായി തോന്നപ്പെടുന്നത് പോലെ പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചസ്വരൂപേണ പ്രകടമായിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ സ്വരൂപമായി തോന്നുന്നത് കടലിൽ തിരമാലകൾ എന്ന പോലെ ആ കടലാണ് ഭഗവാൻ. തിരമാലകളാണ് നമുക്ക് തിരയാണ് കടലെന്ന് തോന്നുന്നത്. അതുപോലെ ഭഗവാനാകുന്ന ഈ പ്രപഞ്ചത്തിൽ ഇവിടുത്തെ സ്ഥൂലമായി കാണുന്നതെല്ലാം തിരമാലകൾ പോലെ നമുക്ക് ഈ ഭഗവാനാകുന്ന കടലിൽ അനുഭവപ്പെടുക മാത്രമാണ്. തിരമാല സമുദ്രമല്ലാത്തതുപോലെ, തിരമാല സമുദ്രമല്ലല്ലോ, സമുദ്രത്തിൽ നിന്നല്ലേ തിരമാലയുണ്ടായത്. അതുപോലെ പ്രപഞ്ചം പരമാത്മാവിന്റെ വാസ്തവ സ്വരൂപമല്ല. ഈ കാണുന്ന പ്രപഞ്ചമല്ല ഭഗവാന്റെ വാസ്തവ സ്വരൂപം. കടലിലെ തിരമാല കടലല്ലല്ലോ, കടല് തന്നെയല്ലേ യഥാർത്ഥ സ്വരൂപം. തിരമാല അതിലെ വായുവിന്റെ ചലനം കൊണ്ട് ഉണ്ടാകുന്നത് മാത്രമാണ്. അതുപോലെ ഇവിടെ മായാശക്തി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ ആ പ്രപഞ്ചം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് എന്ന് നമുക്ക് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചമല്ല ഭഗവാൻ. പ്രപഞ്ചത്തിൽ കാണുന്ന സ്ഥൂല സൂക്ഷ്മ ഭാവങ്ങളുമല്ല ഭഗവാൻ. പ്രപഞ്ചത്തിന് അതീതമാണ് പരമാത്മാവ്. ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് പരമാത്മാവായ ഭഗവാനിലാണ്. ഈ തത്വമെല്ലാം അങ്ങയ്ക്ക് നല്ലതുപോലെ അറിയാമല്ലോ. എങ്കിലും ഞാൻ അതൊന്ന് ഓർമ്മിപ്പിച്ചു തന്നേ ഉള്ളൂ. പരമാത്മാവായ ഭഗവാൻ തന്നെ അംശസ്വരൂപേണ അവതരിച്ചവനല്ലേ അങ്ങ്.
വേദവ്യാസ മഹർഷിയോട് നാരദ മഹർഷി ചോദിക്കുകയാണ്, ഭഗവാൻ തന്നെ അംശസ്വരൂപേണ അങ്ങയുടെ രൂപത്തിൽ അവതരിച്ചതല്ലേ, ഇതെല്ലാം അങ്ങയുടെ ഉള്ളിൽ തന്നെയുണ്ട് ഈ അറിവ്, എങ്കിലും ഞാൻ അങ്ങയൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ലോകത്തിന് മുഴുവൻ മംഗളം ഉണ്ടാക്കി തീർക്കാനല്ലേ അങ്ങ് അവതരിച്ചിരിക്കുന്നത്. അങ്ങ് സ്വന്തം പരമാർത്ഥ സ്വരൂപം ഉണർന്ന് ഭഗവാന്റെ മഹിമകളെ അങ്ങയുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് വർണ്ണിക്കൂ. മനുഷ്യന് തപസ്, ശാസ്ത്ര പഠനം, യാഗം, വേദപാരായണം, ജ്ഞാനം, ദാനം ഇവ കൊണ്ടെല്ലാം സാധിക്കേണ്ട പരമപ്രയോജനം ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കലാണ്. അപ്പോൾ മനുഷ്യന് തപസ്, ശാസ്ത്ര പഠനം, യാഗം, വേദപാരായണം, ജ്ഞാനം, ദാനം ഇവ കൊണ്ടെല്ലാം സാധിക്കേണ്ട പരമപ്രയോജനം എന്താണ്? ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുകയും ഭഗവാന്റെ ഭക്തിയിൽ അലിയുകയും ചെയ്യാനുള്ള വിവിധ മാർഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ജ്ഞാനവും ദാനവും തപസ്സും ശാസ്ത്രപഠനവും എല്ലാം ഒന്നിലേക്ക് എത്തുന്ന വിവിധ വഴികൾ മാത്രമാണ്. ആ ഒന്നിനെ കുറിച്ച് അങ്ങ് പറയൂ. ആ ഒന്നിലേക്ക് എത്തുന്ന വിവിധ വഴികളെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. ആ ഒന്നിനെ കുറിച്ച് മാത്രം പറയൂ. അപ്പോഴങ്ങയുടെ മനസ്സിന്റെ ദുഃഖം മാറും, ജനങ്ങളെല്ലാം ഭക്തിയുടെ ലഹരിയിൽ ആറാടും. ഇതാണ് നാരദ മഹർഷി വേദവ്യാസ ഭഗവാന് കൊടുത്ത ഉപദേശം. ഭഗവാന്റെ മഹിമയെ കീർത്തിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് എത്രത്തോളം ഉയരുവാൻ സാധിക്കും എന്നതിന് ഞാൻ തന്നെ ഉദാഹരണമാണ്. നാരദ മഹർഷി പറയുകയാണ്, ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക്, നാരദ മഹർഷിക്കെന്നല്ല, നമ്മൾ കേവലം മനുഷ്യർക്കും ഭഗവത് ഭക്തി പ്രചരിപ്പിക്കുക, ഭക്തി മറ്റുള്ളവരിൽ എത്തിക്കുന്നവർക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ക്രമേണ ഉയർന്നുയർന്ന് നമുക്ക് ഭഗവാനിലേക്ക് എത്തുവാൻ ഒരു മാർഗമായി അത് മാറും. കഴിഞ്ഞ കൽപ്പത്തിൽ, അതായത് പ്രളയത്തിന് മുൻപുള്ള കാലം, ആ ഒരു കൽപ്പത്തിൽ ചില ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ദാസ്യപ്രവൃത്തി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സാധു സ്ത്രീയുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. നാരദ മഹർഷി തന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു ദാസിയുടെ മകനായിട്ടാണ്, അതെന്തുവായിരുന്നു, ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ദാസ്യപ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ഒരു സാധു സ്ത്രീയായ ദാസിയുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. എനിക്ക് 5 വയസ്സ് പ്രായമായ കാലത്ത് പരമജ്ഞാനികളായ 4 സന്യാസിമാർ ചാതുർമാസ്യ അനുഷ്ഠാനത്തിനു വേണ്ടി എൻ്റെ ഗ്രാമത്തിലേക്ക് വന്നു ചേർന്നു. അവരെ ശുശ്രൂഷിക്കുവാൻ ബ്രാഹ്മണൻ എന്നെയാണ് നിയോഗിച്ചത്. എനിക്ക് സാധാരണ കുട്ടികളെ പോലെ വികൃതിത്തരം ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ തന്നെയാണ് സന്യാസിമാർ, ആ ബ്രാഹ്മണൻ സന്യാസിമാരെ ശുശ്രൂഷിക്കുവാൻ നിയോഗിച്ചത്. ആ സന്യാസിമാരെ ശുശ്രൂഷിക്കുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തി. കളികളിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ചോദിച്ചതിന് മറുപടി മാത്രമായി ഞാൻ സംസാരിക്കാറുള്ളായിരുന്നു. എൻ്റെ അടക്കവും ഒതുക്കവും വിനയവും ഒക്കെ കണ്ടപ്പോൾ എല്ലാവരെയും സമഭാവനയിൽ കാണുന്ന ആ ജ്ഞാനികളാണെങ്കിലും ആ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് എന്നിൽ കാരുണ്യം തോന്നി. ഇവൻ പാവമാണ്, നല്ല കുട്ടിയാണ് എന്നൊരു വിചാരം അവർക്ക് എന്നെ സംബന്ധിച്ചുണ്ടായി. അതിൻ്റെ ഫലമായി അവരുടെ ഉച്ഛിഷ്ടവും നിർമാല്യവും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അതിനാൽ എൻ്റെ മനസ്സ് അതിവേഗത്തിൽ ശുദ്ധമായി തീർന്നു. എനിക്കും അവരെ പോലെ ആയാൽ കൊള്ളാമെന്ന് തോന്നി. അവർ എപ്പോഴും ഈശ്വര അനുഭൂതിയിൽ മുഴുകി കഴിയുന്നവരായിരുന്നു. വളരെ പരമഹംസ പരിവ്രാജകന്മാരായിരുന്നു അവർ. ഞാനാണെങ്കിലോ ഒന്നും അറിയാത്ത വെറും 5 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചുകുട്ടി. എങ്കിലും എൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ ആ സന്യാസിമാർ എനിക്ക് ശ്രീകൃഷ്ണ കഥകൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി പറഞ്ഞു തരാൻ തുടങ്ങി. ഞാനത് വളരെ ശ്രദ്ധയോടെ കേൾക്കാനും തുടങ്ങി. അവരുടെ ഓരോ വാക്കും ഏകാഗ്രതയോടെ കേട്ടുകൊണ്ടിരുന്ന എനിക്ക് അല്പദിവസങ്ങൾക്കുള്ളിൽ ഭഗവാനിൽ ഭക്തി വളരാൻ തുടങ്ങി. ഭക്തി കൊണ്ട് രജോ ഗുണ തമോ ഗുണ വാസനകളെല്ലാം നീങ്ങി എൻ്റെ മനസ്സ് സത്വഗുണ പ്രധാനമാവുകയും ചെയ്തു. ആകാശം പോലെ നിർമ്മലവുമായി തീർന്നു എൻ്റെ മനസ്സ്. ശുദ്ധമായി തീർന്ന മനസ്സിൽ ഞാൻ ബ്രഹ്മം തന്നെ എന്ന അനുഭവമുണ്ടായി. ബ്രഹ്മമായ എന്നിൽ മായ കൊണ്ട് തോന്നുന്ന സൂക്ഷ്മ പ്രപഞ്ചവും ജഗത്തിലെ സ്ഥൂല പ്രപഞ്ചവും സ്വപ്നത്തിലെന്ന പോലെ
സുഷുപ്തിയിലെ അവിദ്യയുമാണ് എനിക്ക് അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആകാശം പോലെ നിർമ്മലമായി എൻ്റെ മനസ്സ് തീർന്നപ്പോൾ ശുദ്ധമായി തീർന്ന ആ മനസ്സിൽ ഞാൻ ബ്രഹ്മം തന്നെ എന്ന് നാരദ മഹർഷിക്ക് അനുഭവമുണ്ടായി. ബ്രഹ്മമായ എന്നിൽ മായ കൊണ്ട് തോന്നപ്പെടുന്നതാണ് ജഗത്തിലെ, അതായത് ജാഗ്രത്തിലെ സ്ഥൂല പ്രപഞ്ചവും സ്വപ്നത്തിലെ സൂക്ഷ്മ പ്രപഞ്ചവും സുഷുപ്തിയിലെ അവിദ്യയുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്രകാരം 4 മാസക്കാലം ദിവസേന കുറെ അധികം നേരം ഭഗവാന്റെ കീർത്തിയെ ആ സന്യാസിമാരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞതിനാൽ എനിക്ക് ഭഗവാനിൽ ദൃഢമായ ഭക്തിയുണ്ടായി. മനസ്സിലെ രജോ ഗുണ തമോ ഗുണ വാസനകളെ നിശേഷം നശിപ്പിക്കുവാൻ ആ ഭക്തി എന്നെ സഹായിച്ചു. 4 മാസക്കാലം വളരെ വേഗത്തിൽ കഴിഞ്ഞുപോയി. സന്യാസി ശ്രേഷ്ഠന്മാർ ചാതുർമാസ്യ ദീക്ഷ അവസാനിപ്പിച്ച് യാത്രയായി. ഞാൻ അവരുടെ കാൽക്കൽ നമസ്കരിച്ചു. അവരെ എന്നെ ഹൃദയംഗമമായി സ്നേഹിക്കുകയും വിനയസമ്പന്നനും പാപം നശിച്ചവനും ഇന്ദ്രിയങ്ങളെ അടക്കിയവനും ശ്രദ്ധാലുവുമായി ആയ എനിക്ക് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ആ മഹാത്മാക്കൾ ജ്ഞാനോപദേശം ചെയ്തു. നിനക്ക് നന്മ വരും എന്നു പറഞ്ഞ് അനുഗ്രഹിച്ച് അവർ യാത്രയായി. അവരുടെ ഉപദേശ പ്രഭാവത്താൽ എനിക്ക് ഭഗവാന്റെ മായാവൈഭവം അറിയാൻ കഴിഞ്ഞു. മായയെ അറിഞ്ഞാൽ അതിനെ അതിക്രമിക്കുവാനും സാധിക്കും. ആ മായ എന്താണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ മായയെ അതിക്രമിച്ച് നമുക്ക് അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ സാധിക്കും. പരബ്രഹ്മസ്വരൂപിയായ ഭഗവാന് സകല കർമ്മങ്ങളും സമർപ്പിക്കുക എന്നതാണ് അധ്യാത്മം. അധിഭൂതം, അധിദൈവം എന്ന് 3 വിധ താപങ്ങൾ നശിപ്പിക്കുവാനുള്ള അനുഷ്ഠാനം ആണെന്ന് എനിക്ക് മനസ്സിലായി. പരബ്രഹ്മസ്വരൂപിയായ ഭഗവാന് സകല കർമ്മങ്ങളും സമർപ്പിക്കുക എന്നതാണ് അധ്യാത്മം, അധിഭൂതം, അധിദൈവം. നമുക്കുണ്ടാകുന്ന 3 താപത്രയങ്ങളാണ് അധ്യാത്മം, ആദിഭൂതം, ആദിദൈവികം എന്നിങ്ങനെയുള്ള 3 താപത്രയങ്ങളെ നശിപ്പിക്കുവാനുള്ള അനുഷ്ഠാനം ഭഗവാന്റെ, ആ പരബ്രഹ്മ സ്വരൂപിയായ ഭഗവാന്റെ പത്മപാദങ്ങളിൽ സർവകർമ്മങ്ങളും സമർപ്പിക്കുക ആണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം ഊണ് കഴിക്കുമ്പോൾ നമ്മൾ കുറച്ചധികം നെയ്യ് കഴിച്ചു എന്ന് വിചാരിക്കുക. അതുകൊണ്ട് ദഹനമില്ലായ്മ ഉണ്ടാകുന്ന രോഗം പിടിപെട്ട് വീണ്ടും നെയ്യ് ഭക്ഷിച്ചാൽ ആ രോഗം മാറുമോ? നെയ്യ് ഭക്ഷിച്ച് രോഗം ബാധിച്ചു, വീണ്ടും ആ നെയ്യ് തന്നെ ഭക്ഷിച്ചാൽ ആ രോഗം മാറുകയില്ലല്ലോ, വർദ്ധിക്കുകയല്ലേ ഉള്ളൂ. എന്നാൽ അതേ നെയ്യ് തന്നെ ചില മരുന്നുകളിൽ ചേർത്ത് ഔഷധമാക്കി മാറ്റി കഴിച്ചാൽ ആ രോഗം മാറുകയും ചെയ്യും. ഇതുപോലെ സകല കർമ്മങ്ങളും വാസനകളായി മാറി പുനർജന്മത്തിന് കാരണമായി തീരും. അതേ കർമ്മങ്ങൾ തന്നെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് കർമ്മയോഗമായി മാറി കർമ്മവാസനകളെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഏതൊരു കർമ്മമാണോ ഭഗവാനിൽ നിന്ന് നമ്മെ അകറ്റി നമ്മുടെ ജീവിതത്തിന് ദോഷമുണ്ടാക്കുന്നത്, അതേ കർമ്മങ്ങൾ തന്നെ വീണ്ടും നാം ഭഗവൽ സമർപ്പണമായി ചെയ്താൽ ആ കർമ്മദോഷങ്ങൾ മാറി നമ്മൾ സുഹൃതികളായി മാറുമെന്നാണ് നാരദ മഹർഷി ഉപദേശിക്കുന്നത്. നെയ്യ് അമിതമായി കഴിച്ച് രോഗമുണ്ടായാൽ ആ നെയ്യ് തന്നെ കഴിച്ചാൽ രോഗം കൂടും. പക്ഷേ ആ രോഗത്തിന് ശാന്തിയായി ആ നെയ്യ് ഉപയോഗിച്ച് പല ഔഷധങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ രോഗം ശമിക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ കർമ്മങ്ങൾ, നാം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് കർമ്മദോഷങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ കർമ്മദോഷത്തിന്റെ ഫലമായി വീണ്ടും നാം പുനർജനിക്കുകയും മോശകർമ്മങ്ങളിലൂടെ നമ്മുടെ ജീവിതം പോവുകയും ചെയ്യുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് ആ കർമ്മം ഭഗവാന്റെ മുന്നിൽ, എനിക്ക് ഭഗവാൻ അറിയാതെ ഒരു കർമ്മവും നടക്കുന്നില്ലല്ലോ എന്ന സത്യം മനസ്സിലാക്കി ആ കർമ്മങ്ങൾ ഓരോന്നും ഭഗവത് പാദങ്ങളിൽ സമർപ്പിതമായി ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മദോഷത്തിലുണ്ടായ ആ കർമ്മങ്ങൾ പോലും ഭഗവാന്റെ മുന്നിൽ അത് എരിച്ചു കളഞ്ഞ് സത്കർമ്മങ്ങളായി മാറ്റുവാൻ കഴിയും എന്നാണ് നാരദ മഹർഷി പറയുന്നത്. കർമ്മയോഗം കൊണ്ട് മനസ്സിനെ ക്രമേണ ശുദ്ധമാക്കി തീർത്താൽ നമുക്ക് ഭക്തിയുണ്ടാകും. അതോടെ ഭഗവാന്റെ നാമങ്ങളെ ഭക്തിപൂർവ്വം ജപിക്കുവാനും ഗുണങ്ങളെ സ്മരിക്കുവാനും കഴിയും.
വാസുദേവൻ, സംഘർഷണൻ, പ്രത്യുപ്നൻ, അനിരുദ്ധൻ എന്നീ 4 രൂപത്തിൽ വിളങ്ങുന്ന ഭഗവാന് നമസ്കാരം ചെയ്യുന്നു. ഇങ്ങനെ യജ്ഞ പുരുഷനായ ഭഗവാനെ ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ് ഇവയുടെ ദേവതകളായി നിത്യേന ഉപാസിക്കുകയാണെങ്കിൽ ക്രമേണ എല്ലാത്തെയും ആത്മസ്വരൂപേണ എല്ലാറ്റിനെയും നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് ഭഗവാന്റെ വേദങ്ങളിലൂടെയുള്ള ഉപദേശത്തിന്റെ സാരസർവസ്വം. ഇത് മനസ്സിലാക്കി എനിക്ക് അനുഷ്ഠിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് സന്തോഷിച്ച ഭഗവാൻ എനിക്ക് ജ്ഞാനത്തെയും അണിമ മുതലായ ഐശ്വര്യങ്ങളെയും അവിടുത്തെ പാർഷദ ഭാവത്തെയും തന്ന് അനുഗ്രഹിച്ചു. ഈ ലോകത്തിൽ പലതും അറിഞ്ഞാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉണ്ടല്ലോ ജനങ്ങൾ. ആ ഒരു ആഗ്രഹം വെച്ചാണല്ലോ ജനങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. യാതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് അറിയണമെന്ന് തോന്നുന്നില്ലയോ? ആ ജ്ഞാനമുണ്ടാകുവാൻ മനഃശുദ്ധി ഉണ്ടാവണം. അത് ഈശ്വരജ്ഞാനമാണ്. യാതൊന്നറിഞ്ഞാൽ മറ്റൊന്നിനെ അറിയണമെന്ന് തോന്നുകയില്ലാത്ത ആ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ മനഃശുദ്ധി ഉണ്ടാകണമെന്ന് നാരദ മഹർഷി ഉപദേശിച്ചു തരികയാണ് നമുക്ക്. മനഃശുദ്ധിക്ക് അത്യന്താപേക്ഷിതം എന്താണ്? ഭക്തിയാണ്. അതിനാൽ കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ ഭക്തി ഉണ്ടാകത്തക്ക വിധത്തിൽ അങ്ങ് ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കൂ. അതുകൊണ്ട് മാത്രമേ സംസാരത്തിലുള്ള ജീവന്മാർക്ക് ശാശ്വതമായ ദുഃഖനിവൃത്തി ഉണ്ടാകൂ. ജീവന്മാരുടെ ദുഃഖനിവൃത്തിക്കുള്ള അനുഷ്ഠാനം ഉപദേശിച്ചാൽ മാത്രമേ അങ്ങയ്ക്കും ചാരിതാർത്ഥ്യം അനുഭവപ്പെടുകയുള്ളൂ എന്ന് നാരദ മഹർഷി വേദവ്യാസ ഭഗവാനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഈ ഉപദേശമാണ് വ്യാസഭഗവാൻ ശ്രീമദ് ഭാഗവതം എഴുതുവാൻ കാരണമായത്. ഭാഗവതത്തിൽ ഭഗവാന്റെ ലീലകൾ ആദ്യന്തം കേൾക്കുന്ന മാത്രയിൽ തന്നെ ഓരോരുത്തരുടെയും കാതുകളും മനസ്സും ഭഗവാനിലേക്ക് വരികയാണ്. ഭഗവാന്റെ മോഹനരൂപം നമ്മുടെ ഹൃദയത്തിൽ ആവഹിച്ച് ഉറപ്പിച്ച് സ്ഥായിയായി നിലനിർത്തുവാൻ ഭാഗവത ശ്രവണത്തിനും കഥാകഥനത്തിനും പാരായണത്തിനും മാത്രമേ സാധിക്കുകയുള്ളൂ. എത്രയോ സനാതനധർമ്മ സൃഷ്ടികൾ നടത്തിയ വേദവ്യാസ ഭഗവാന് മനസ്സിന് സന്തോഷം കിട്ടി. പരമമായ ആത്മചൈതന്യത്തിൽ ലയിച്ചു തീരുവാൻ കഴിഞ്ഞത് ഈ ഭാഗവത സൃഷ്ടിയിലൂടെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തരാകുവാനും ഭക്തി സ്ഥിരമായി ഉറയ്ക്കുവാനും മനഃശുദ്ധി ഉണ്ടാകുവാനും അതിലൂടെ ഭഗവാൻ മനസ്സിൽ വിളയാടി സമർപ്പണ ബുദ്ധിയോടുകൂടി നമുക്ക് ഭഗവാന്റെ ഭക്തരായി മാറുവാനും ഭാഗവതം നമ്മെ സഹായിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ ഉയർത്തട്ടെ. ഭക്തിയുടെ ഒരു ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കുവാൻ ഓരോരുത്തരെയും ഭഗവാൻ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.